അപ്പോൾ സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട്. നമ്മളിപ്പോൾ ഉള്ളതേ നമ്മുടെ സ്വന്തം നെല്ലിപ്പുഴയിലാണ്. ഇനിയിപ്പോൾ തീരം എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഈ നെല്ലിപ്പുഴയുടെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം നമ്മൾ മണ്ണാർക്കാട്ടുകാരാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഈ നെല്ലിപ്പുഴയുടെ വെള്ളത്തിൻ്റെ ഒരു അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് എങ്ങനെയാണ് വെള്ളം അല്ലെങ്കിൽ കയ്യും കാലും മുഖം ഒന്ന് കഴുകുക വളരെ എന്താ പറയുക ബുദ്ധിമുട്ട് തന്നെയാണ്. ഇവിടെ ഈ ഭാഗത്ത് അധികം വരുന്ന ആൾക്കാർ ശരിക്കും ഒന്നിൽ എന്താ പറയുക ബാത്റൂമിൽ പോകാനോ അല്ലെങ്കിൽ കയ്യും കാലും കഴുകാനോ അങ്ങനെ വേറെ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിനാണ് സാധാരണ വരാറ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് പുതിയ പാലത്തിൻ്റെ ചുവട്ടിലാണ്. പുതിയ പാലം എന്ന് പറഞ്ഞാൽ ഏകദേശം കുറേ വർഷം പഴക്കമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മൊത്തത്തിലൊന്ന് ചുറ്റി കറങ്ങി നമ്മുടെ പഴയ പാലത്തെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. അതേപോലെ തന്നെ നെല്ലിപ്പുഴ എങ്ങനെ മലിനമായി കൊണ്ടിരിക്കണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മണ്ണാർക്കാട് ചുറ്റുവട്ടം എന്ന് പറഞ്ഞൊരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നെല്ലിപ്പുഴയിൽ മുഴുവനായിട്ടും ഒഴുകുന്നത് എന്താ പറയുക കക്കൂസിൻ്റെ മാലിന്യങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഏകദേശം കണ്ടാലറിയാം പുഴയുടെ ഏകദേശം ഒരു എന്താ പറയുക വെള്ളത്തിൻ്റെ ആ കളറ്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ദൂരേക്ക് ഏകദേശം ആലമുടിയിൽ നിന്ന് ഇങ്ങോട്ടാണ് ഈ പുഴ ഒഴുകുന്നത്. അപ്പോൾ വെള്ളം എന്താ പറയുക ഒരു തരം ഒരു കറുത്ത കളറായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ കറുത്ത കളർ എന്ന് പറയുമ്പോൾ ഈ കല്ലുകളൊക്കെ പുഴയിലുള്ള കല്ലുകളൊക്കെ ഇങ്ങോട്ട് കറുത്തിട്ട്, അതായത് ഈ കറുക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മൊത്തം ഈ അഴുക്ക് അതായത് മാലിന്യങ്ങളാകുമ്പോൾ തീർച്ചയായിട്ടും ആ കല്ലിന് അല്ലെങ്കിൽ അതിലുള്ള വസ്തുക്കൾക്ക് തീർച്ചയായിട്ടും രൂപമാറ്റം വരും. അതിപ്പോൾ നമുക്കും വരും. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ ഏകദേശം ഒരു കളർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും മോശമാണ്. അതായത് ഈ പുഴ എന്ന് പറയുമ്പോൾ കാരണം ഇവിടെ മണ്ണാർക്കാടത്തെ ആളുകൾ അധികം ഉപയോഗിക്കാറില്ലെങ്കിലും ഇവിടുന്ന് അങ്ങോട്ട് താഴത്തേക്ക് അതായത് ഇത് നേരെ പോയിട്ട് കരിമ്പുഴയിൽ പോയി ചേരുന്ന ഒരു പുഴയും കൂടിയാണ്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നേരെ താഴത്തേക്ക് പോവുകയാണെങ്കിൽ അവിടെ മുക്കണ്ണം അതേപോലത്തെ ഗോവിന്ദപുരം ആ ഭാഗത്തൊക്കെ നിരവധി ആൾക്കാർ എന്താ പറയുക കുളിക്കാനോ അല്ലെങ്കിൽ തുണികൾ അലക്കാനും അതേപോലെ കൃഷി ആവശ്യങ്ങൾക്കും അതേപോലെ വീട്ടിലത്തെ ആവശ്യങ്ങളൊക്കെ ഈ പുഴയിൽ നിന്ന് വെള്ളം എടുക്കാറുണ്ട്. പിന്നെ ഇവിടെ വരുന്ന ആൾക്കാർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് കയ്യും കാലും കഴുകാൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിനാണ്. പക്ഷെ എന്നിരുന്നാലും അധികം ആൾക്കാരെ ഈ സമയത്ത് കാണാറില്ല കേട്ടോ. ഈ സമയത്ത് പിന്നെ ഇവിടെ അത്യാവശ്യം എന്താ പറയുക വെള്ളമടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നടന്നോട്ടെ, അതൊക്കെ ആവശ്യം തന്നെയാണ്. നമ്മളിപ്പോൾ അനാവശ്യമായിട്ടൊന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഇവിടെ പാലത്തിൻ്റെ അവസ്ഥ പറയുകയാണെങ്കിൽ ഈ പുഴയേക്കാളിലും മോശമാണ്. കാരണം ഇപ്പോൾ ഏകദേശം ഞാനൊന്ന് അവിടെ പറഞ്ഞ പോലെ ഒന്ന് കറങ്ങി മൊത്തത്തിൽ. അപ്പോൾ ആ സൈഡൊക്കെ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ആകെ തുരുമ്പ് പിടിച്ചിട്ടേ എന്താ പറയുക ഇന്നോ നാളെയോ എന്നുള്ള രീതിയിലാണ്. അതിപ്പോൾ വീഴുമല്ലേ എനിക്കറിയില്ല. എന്നിരുന്നാലും തൂണുകൾക്കൊക്കെ നല്ല ബലമുണ്ട്. പക്ഷേ തൂണുകൾ മാത്രം പോരാ, അതിൻ്റെ ആ സൈഡിൽ കൂടെയുള്ള ബീമുകളൊക്കെ എന്താ പറയുക ഭയങ്കരമായിട്ട് തുരുമ്പിച്ചിട്ട് ആകെ എന്താ പറയുക പോയിരിക്കണം മൊത്തത്തിൽ. അപ്പോൾ നമ്മുടെ മണ്ണാർക്കാടത്തെ അധികാരികൾ ഇതൊക്കെ ഒന്ന് കാണണം. കാരണം ആളുകൾ നടന്നു പോകുന്നൊരു പാലം കൂടിയാണ്. ആളുകൾ മാത്രമല്ല നടക്കുന്നത്, ചെറിയ വാഹനങ്ങൾ കാറ് അതേപോലെ ചെറിയ ലൈറ്റ് വാഹനങ്ങളൊക്കെ ഇതിലൂടെ വന്നിട്ട് അവർ റെസ്റ്റ് ചെയ്യാനും കൂടി എടുക്കുന്നൊരു സ്ഥലം കൂടിയാണ് ഈ മണ്ണാർക്കാട് നെല്ലിപ്പുഴ പഴയ പാലം. അപ്പോൾ ഈ പാലം ഇത് ശരിയാക്കി തരാം, അതായത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞാൽ പുതിയ മോടി പിടിപ്പിച്ചിട്ട് പുതുതായിട്ട് ഇവരത് എടുത്ത് ജനങ്ങൾക്ക് വേണ്ടി പഴയ മണ്ണാർക്കാടിൻ്റെ ഒരു പൈതൃകമായിട്ട് അല്ല സ്മാരകമായിട്ട് എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് ഇവിടെ കൊണ്ടുവരാമെന്നുള്ളത് നമ്മുടെ MLA സംസുദ്ദീനും അതേപോലെ തന്നെ മണ്ണാർക്കാടിൻ്റെ ചെയർമാനായ ഫായിദ ബഷീർ അവർകളും അന്ന് ഇപ്പോൾ ഒരു 3 വർഷം മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അതുവരെയായിട്ടും ഒന്നും എന്താ പറയുക നടപ്പിലാക്കാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ട് ഒരു ചർച്ചയോ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അറിയില്ല. അറിയണം എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അവരുടെ അടുത്ത് തന്നെ ചോദിക്കണം. പക്ഷെ അവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ മുടന്ത ന്യായങ്ങളാവും പറയാം. ഞങ്ങളത് ഇത്ര ദിവസം കൊണ്ട് ശരിയാക്കി തരാം അവർ പറഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ വേറെ ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ പറ്റില്ല. കാരണം പ്രത്യേകിച്ച് നമ്മൾ മറുപടി പറയുമ്പോൾ മറുപടിക്ക് വേണ്ടി നമ്മൾ നിൽക്കുമ്പോൾ അവർ കുത്തിത്തിരിപ്പിന് വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും എന്ന് കരുതിയിട്ട് അവർക്ക് ഭയങ്കര ഇമോഷണലാവും. അപ്പോൾ നമ്മളിപ്പോൾ അതൊന്നും പറയാനോ ചോദിക്കാനോ പോകേണ്ട ആവശ്യം നമുക്കില്ല. കാരണം അവർക്കും കൂടി വേണ്ടതാണ്. ഇല്ല അവരെ തലമുറയും കൂടിയും
അവർ കാണേണ്ടതാണ്, അല്ലെങ്കിൽ അവർക്ക് കാണിച്ചു കൊടുക്കേണ്ടതാണ് തീർച്ചയായിട്ടും. അപ്പോൾ നമുക്കിപ്പോൾ അത് എല്ലാവർക്കും ആവശ്യമുള്ളൊരു പാലം തന്നെയാണ് ഈ പാലം, നെല്ലിപ്പുഴ പുതിയ പാലം, അതേപോലെ ഇപ്പം തന്നെ പഴയ പാലം. അല്ലെങ്കിൽ പിന്നെ വേറൊരു കാര്യം കൂടി ചെയ്യണം. ഇവിടുത്തെ ഇതിപ്പോൾ അധികം പൈസയൊന്നും വേണ്ടി വരില്ല തീർച്ചയായിട്ടും. കാരണം ഈ അടിയിലെ ബീമുകൾ അതേപോലെ തൂണുകളൊക്കെ ഭയങ്കരമായിട്ട് തുരുമ്പ് വന്നിട്ട് ആകെ മൊത്തത്തിൽ കേടുവന്ന ബീമുകളും അതേപോലെ തന്നെ കേടുവരാത്ത ബീമുകളും കൂടി വേണമെങ്കിൽ വെൽഡ് ചെയ്ത് ജോയിൻ ചെയ്തിട്ട് ഒന്ന് റീപ്ലേസ്മെൻറ്റ് ചെയ്തിട്ട് എടുത്തിട്ട് ലൈറ്റ് വാഹനങ്ങൾക്ക് ഇതിലൂടെ പോകാനുള്ളൊരു സൗകര്യം വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അതും വലിയൊരു ആശ്വാസം തന്നെയായിരിക്കും. എന്നിരുന്നാലും നമുക്ക് കാണുമ്പോൾ, അതായത് നൊട്ടമലയിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് വലിയൊരു എന്താ പറയുക അത്ഭുതം തന്നെയായിരിക്കും പ്രത്യേകിച്ച്. അപ്പോൾ ഇവിടെ ഒരു മാറ്റങ്ങളും ഇന്നേ വരെ നടപ്പിലാക്കാൻ ഇവിടുത്തെ ആളുകൾക്ക് കഴിഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ പുഴയുടെ സൈഡിലൂടെയുള്ള പിന്നെ അതായത് മൊത്തത്തിൽ മാലിന്യമാണ് ഈ വേസ്റ്റും കാര്യങ്ങളും. കാരണം വാഹനത്തിൽ പോകുന്ന ആൾക്കാർ ഇങ്ങോട്ട് എറിയുണ്ടാവും, അല്ലെങ്കിൽ നടന്നു പോകുന്ന ആൾക്കാർ മാലിന്യം ഇവിടെ പുഴയൊക്കെ എറിയുന്നുണ്ട്. പിന്നെ പൊതുവായിട്ടുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ അഴുക്ക് ആയിട്ടുള്ളൊരു എന്താ പറയുക ഈ പിന്നെ വെള്ളം പറ്റഴുക്കാണ്. അതിൽ പ്രധാനമായിട്ട് എന്താ വെച്ചാൽ മണ്ണാർക്കാടിലെ ഇപ്പോഴുണ്ടോയെന്ന് അറിയില്ല, എന്നിരുന്നാലും ഉണ്ടായിരിക്കാം. അതായത് മണ്ണാർക്കാടിൽ ഇപ്പോൾ ഏകദേശം ഒരു 10ഓളം ആശുപത്രികളുണ്ടാവും മൊത്തത്തിൽ കേട്ടോ. അപ്പോൾ ഈ ആശുപത്രിയിൽ ഉള്ള കിടക്കകളൊക്കെ ഇവിടെ ഈ പുഴയിൽ കൊടുന്നിട്ടാണ് അലക്കാറ്. ഞാൻ കണ്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അതന്നെയാണോ എന്ന് അറിയില്ല, ഇനിയിപ്പോൾ ഉണ്ടോയെന്നും അറിയില്ല. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ അലക്കുമ്പോൾ അതിൽ കൂടുതലും മാലിന്യങ്ങളാണ് വരിക. അപ്പോൾ ഈ മാലിന്യങ്ങൾ വന്നു കഴിഞ്ഞാൽ കൂടുതലും നമുക്ക് അസുഖങ്ങൾ കമ്മിയാവാൻ വേണ്ടിയിട്ടല്ലേ അസുഖങ്ങൾ കൂടാൻ വേണ്ടിയിട്ടല്ലല്ലോ നമ്മളിപ്പോൾ വസ്ത്രങ്ങളായാലും നമ്മുടെ ശരീരമായാലും കുളിക്കണതും അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണതും. അപ്പോൾ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പുഴയിൽ നിന്ന് തീർച്ചയായിട്ടും അലക്കുക അല്ലെങ്കിൽ നമ്മൾ മുഖം കയ്യും കാലും കഴുകുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അസുഖങ്ങൾ കൂടി വരിക ചെയ്യുക. പ്രത്യേകിച്ച് ഇപ്പോൾ വൈറൽ പനി, അതേപോലെ ജലദോഷം, ചുമ അങ്ങനെയുള്ള കേസുകളൊക്കെ ഇപ്പോൾ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഇത് കൂടിക്കൊണ്ടേ ഇരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ മണ്ണാർക്കാട്ടുകാർക്ക് അസുഖങ്ങളുണ്ടോ ഇല്ലേ എന്നല്ല കേട്ടോ പറഞ്ഞു വരുന്നത്. അപ്പോൾ നമ്മുടെ പുഴേനെയൊക്കെ സംരക്ഷിക്കാൻ ഒരുപാട് വകുപ്പുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അധികാരികൾ ഇതിനെക്കുറിച്ചിട്ട് അവർ ചർച്ചയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ചർച്ചയ്ക്കൊന്നും ഒരു ഫലവും ഇന്നേ വരെ കണ്ടിട്ടില്ല. അപ്പോൾ ഈ പാലത്തിൻ്റെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് എന്നാണ് ഇനി പൊട്ടിച്ചാടുക ഒന്നും പറയാൻ കഴിയില്ല. അപ്പോൾ പ്രധാനമായിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചെറിയ കിളികൾ, പ്രാവുകൾ, പക്ഷികളൊക്കെ ഉള്ള ഒരു ഇടത്താവളം കൂടിയാണ്. പിന്നെ അതേപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ കുറച്ചൊക്കെ ഒരു എന്താ പറയുക ഈ മദ്യപിക്കുന്ന ആൾക്കാർ വന്നിട്ട് ഇവിടെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്നു. പക്ഷേ അവരൊക്കെ കുറച്ച് നേരം ഇവിടെ ഇരിക്കുള്ളൂ. കാരണം അത്രയ്ക്കും എന്താ പറയുക നാറ്റാണ് ഇവിടെ. കക്കൂസിൻ്റെ വേസ്റ്റ് മാലിന്യങ്ങളും അതേപോലെ തന്നെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് നേരം എന്തായാലും നിൽക്കുള്ളൂ. വെള്ളമടിക്കാൻ വന്നവരോ ഇല്ലെങ്കിൽ ഇവിടെ കഥ പറയാൻ വന്നവരോ ഇല്ലെങ്കിൽ കാഴ്ചകൾ കാണാനൊന്നും ഇങ്ങോട്ട് ഇറങ്ങില്ല. പ്രത്യേകിച്ച് ആ പാലത്തിൻ്റെ മുകളിലൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഈ പുഴയുടെ ഒരു രൂക്ഷമായിട്ടുള്ള ഗന്ധം നമുക്ക് കിട്ടും. അത് കാറിലോ ബസ്സിലോ പോകുമ്പോൾ നമുക്ക് അനുഭവിക്കാൻ കഴിയില്ല. നടന്നു പോകുമ്പോൾ നമുക്ക് എന്തായാലും അത് പിന്നെ നമുക്ക് കിട്ടും അതിൻ്റെ മണം. അപ്പോൾ പാലത്തിൻ്റെ ഒരു അവസ്ഥ ഞാൻ കാണിച്ചു തന്നു. അപ്പോൾ ഈ പാലം എന്തായാലും ഇപ്പോൾ ഈ വീഡിയോ കൊണ്ടോ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുകൊണ്ടോ നിങ്ങളിത് കണ്ടുകൊണ്ടോ ഷെയർ ചെയ്തുകൊണ്ടോ ഒരിക്കലും ഇത് പിന്നെ ശരിയാക്കാൻ പോകുന്നില്ല. ഇത് അങ്ങനെ നമ്മുടെ ഈ ഷൊർണൂരിൻ്റെ ഒരു പഴയ പാലം കണ്ടിട്ടില്ലേ, അതേപോലെ കിടക്കും. കാരണം നമ്മൾ പഴയ പൈതൃകങ്ങളോ പഴയ സംസ്കാരങ്ങളൊന്നും നമ്മൾ അതിപ്പോൾ ജാതി ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, ബന്ധു ആയിക്കോട്ടെ, ഇനിയിപ്പോൾ ശത്രു ആയിക്കോട്ടെ, അതൊന്നും പിന്നെ എന്താ പറയുക മാറ്റാനോ അത് മാറ്റപ്പെടുത്താനോ അവർ ശ്രമിക്കുന്നില്ല. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ചൊക്കെ ഒരു എന്താ പറയുക ഒരു മാറ്റങ്ങൾ ശരിക്കും നമ്മൾ കൊണ്ടുവരണം എന്നാണ് ഞാൻ ഇതിൽ പറയണത്. എന്നിരുന്നാലും നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. നമ്മൾ മരിച്ചാലും അല്ല ഇവിടുത്തെ അധികാരികൾ മരിച്ചു പോയാലും അവർക്ക് പുതിയൊരു തലമുറയും കൂടി വരുമ്പോൾ അവർക്ക് ഇതെന്താണ് ഏതാണ് ഇതിൻ്റെ രീതി എന്താണെന്ന് അവർക്ക് അറിയില്ല. അപ്പോൾ അത് പ്രത്യേകിച്ച് അവർക്കും കൂടി മനസ്സിലാക്കി കൊടുക്കണം, അല്ലെങ്കിൽ കൊടുപ്പിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് പുതിയ പാലത്തിൻ്റെ ബീമുകൾക്ക് ഏകദേശം ചെറുതായിട്ടൊക്കെ എന്താ പറയുക ഒരു ചെറുതായിട്ട് വലിയതില്ല. എന്നിരുന്നാലും ഇതിനേക്കാളും കൂടുതലൊന്ന് ശ്രദ്ധിക്കേണ്ടത് ഈ വലിയ പഴയ നമ്മുടെ പ്രൗഢിയായിട്ടുള്ള നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തുണ്ടായിരുന്ന ആ പഴയ ബ്രിട്ടീഷ് പാലം തന്നെയാണ്. ആ ബ്രിട്ടീഷ് പാലം ഇത്രത്തോളം, അതായത് ആളുകൾ ഓരോ ദിവസം ഏകദേശം ഒരു 100, 200 ഇനിയിപ്പോൾ 500 ആളുകൾ നടന്നു പോകുന്നുണ്ടെങ്കിലും ആ വെയിറ്റ് താങ്ങാനുള്ളൊരു കഴിവ് ഇത്രയും വർഷം അതിന് വേണ്ടി
കൊടുത്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇനിയിപ്പോൾ പുതിയ തലമുറയ്ക്ക് എന്തായാലും ഇതിൻ്റെ ആവശ്യമില്ല. പുതിയ തലമുറ എന്ന് പറയുമ്പോൾ ഇവിടെ വന്നിട്ട് കഥ പറയാനോ അല്ലെങ്കിൽ കാര്യങ്ങൾ സംസാരിക്കാനൊന്നുമല്ല. എന്നിരുന്നാലും ഇവിടെ നിറയെ കാടുകളും എന്താ പറയുക പൊന്തകളും അതേപോലെ അപ്പയും കുറുന്തോട്ടിയും എല്ലാതും ഉണ്ട്. അപ്പോൾ ഈ പുഴ സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ പുഴ സംരക്ഷിക്കാൻ എന്തായാലും ഇവിടുത്തെ എന്നല്ല നമ്മുടെ കേരളത്തിലെ ഒരാൾക്കാർക്കും കഴിയില്ല. അപ്പോൾ നമ്മൾ ഇത് മാത്രമല്ല മൊത്തത്തിൽ ഇത് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ എന്തായാലും ഈ കല്ലിൻ്റെ അതായത് പുഴയിലൊക്കെ ഈ വെള്ളാരം കല്ലുകളാണ് അധികം ഉണ്ടാവുക. പ്രത്യേകിച്ച് ഈ മലയിൽ നിന്ന് വരുന്ന വെള്ളാരം കല്ലുകൾ ഒഴുകിയിട്ട് അത്രയും ദൂരത്തുനിന്ന് ഇങ്ങനെ വരികയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മലവെള്ളത്തിലെ അത് തന്നെ. പക്ഷേ അവിടെ കാണുന്ന കല്ലുകളും അതേപോലെ തന്നെ ഈ പുഴയിൽ ഉള്ള ചെറിയ കല്ലുകൾ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെയൊക്കെ ഒരു നിറം കണ്ടു കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് കറുത്തുവോ, ഇത് കറുത്തു, ഇത് കറുത്തണോ. അപ്പോൾ എല്ലാതും കറുത്തിട്ടാണ് കിടക്കുന്നത്. അല്ലാതെ ഒന്നും വെള്ളാരക്കല്ലിൻ്റെ ഒരു എന്താ പറയുക ഒരു ഇതില്ല, ഒരു നിറമല്ല മൊത്തത്തിൽ. ഇനിയിപ്പോൾ ഇവിടെ കറുത്ത കല്ല് ആരും കൊണ്ടുവന്ന് വെക്കില്ലല്ലോ, ആരും എന്താ പറയുക പെറുക്കിയിട്ട് ഈ പുഴയിൽ കൊണ്ടുവന്ന് വെക്കില്ലല്ലോ. അപ്പോൾ ഇത് ശരിക്കും ഇത് നീരുറവയല്ല, ഇത് ശരിക്കും മാലിന്യമായിട്ടുള്ളൊരു വെള്ളമാണ്. മൊത്തത്തിൽ മാലിന്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇതിൻ്റെ ടെസ്റ്റ് ചെയ്യാൻ വിട്ട് കഴിഞ്ഞാൽ ശരിക്കും ഈ പുഴയ്ക്ക് ഇറങ്ങാനേ പറ്റില്ല. കാരണം ഇപ്പോൾ ഞാൻ ഇറങ്ങിയിട്ട് ഇനിയിപ്പോൾ കുറേ കഴിഞ്ഞാൽ ചിലപ്പോൾ ചൊറിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷൻ വരും. അപ്പോൾ പിന്നെ അത് അതിലും വലിയ പ്രശ്നമാവും. അപ്പോൾ എന്തായാലും മണ്ണാർക്കാടിൽ നമ്മുടെ ചെയർമാൻ അതേപോലത്തെ നമ്മുടെ MLA സംസുദ്ദീൻ സാറും കൂടിയിട്ട് നഗരസഭയോ മുനിസിപ്പാലിറ്റി അധികാരികളും കൂടിയിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മൊത്തത്തിൽ കേരളത്തിൽ മൊത്തം അസുഖത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അസുഖം മാത്രമല്ല മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്, പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക, മുന്നോട്ടല്ല. അപ്പോൾ രോഗം വരാതെ ശ്രദ്ധിക്കല്ലേ നമുക്ക് ഏറ്റവും നല്ലത്. അല്ലാതെ രോഗം വന്നിട്ട് നമുക്കിപ്പോൾ എന്തെങ്കിലും ശ്രദ്ധിക്കാനോ അത് പൈസയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പരമാവധി എൻ്റെ ഈ ഒരു എന്താ പറയുക വാക്കുകൾ നമ്മുടെ മണ്ണാർക്കാടത്തെ അധികാരികൾ കേൾക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്കിപ്പോൾ എങ്ങനെ പറയണമെന്നോ ഈ വാർത്താക്കാർ പറയണ പോലെ അല്ലെങ്കിൽ പുതിയ ചാനലുകാർ പറയണ പോലെ ഒന്നും എനിക്ക് പറയാനറിയില്ല. ഞാൻ എൻ്റേതായ നാട്ടിലുള്ള ഭാഷയാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് തീർച്ചയായിട്ടും ഒന്ന് മുന്നോട്ട് പോകണം. അപ്പോൾ എന്തായാലും അപ്പുറത്തേക്ക് ഒന്ന് പോകാതിരിക്കാൻ നല്ലത്. ആ സൈഡൊക്കെ മൊത്തം എന്താ പറയുക മൊത്തത്തിൽ ആകെ നാറാണക്കല്ലായി അറിയില്ലേ. അപ്പോൾ എന്തായാലും ഞാൻ ഇത് ഇവിടെ വെച്ചിട്ട് നിർത്താണ്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം ഇനിയിപ്പോൾ ഇന്നോ നാളെ മറ്റന്നോ അല്ല അടുത്ത ആഴ്ച അടുത്ത മാസം എന്നല്ല കേട്ടോ, ഏതെങ്കിലും ഒരു ദിവസം ഇത് എന്തായാലും നിലം പൊത്തും തീർച്ചയായിട്ടും. പക്ഷെ അത് ഈ നിലം പൊത്തുന്നതിൻ്റെ മുന്നേ നമുക്ക് താൽക്കാലികമായിട്ട് ഇപ്പോൾ ഒന്നാമത് മഴയോ അല്ലെങ്കിൽ കാറ്റോ അല്ലെങ്കിൽ പുഴയിൽ വെള്ളം ഒന്നുമില്ല. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് കറക്റ്റാക്കിയിട്ട് ശരിയാക്കിയിട്ട് ഇഷ്ടംപോലെ ആളുകൾ ഇപ്പോൾ തൊഴിലില്ലാതെ നടക്കുകയാണ്. അപ്പോൾ നഗരസഭയത്തെ ആൾക്കാരൊക്കെ പാടെ കൂടിയിട്ട് കുറച്ച് ഫണ്ട് ഏകദേശം ഒരു 10, 20, 25 ലക്ഷം രൂപയുടെ ഉള്ളിൽ ഇപ്പോൾ ചിലവാകുള്ളൂ മൊത്തത്തിൽ. അപ്പോൾ ഇനിയിപ്പോൾ അവർക്ക് അതൊന്ന് വേണമെങ്കിൽ കൂട്ടിയിട്ട് കൊടുക്കാം. എന്നിരുന്നാലും ഇപ്പോൾ ആരും ചോദിക്കാനും പറയാനും വരില്ലല്ലോ. അപ്പോൾ എന്തായാലും ബീമിൻ്റെ ആംഗ്ലെയർ അതേപോലെ തന്നെ ബീമിൻ്റെ ആ സൈഡത്തെ സെൻട്രലിലുള്ള ആംഗ്ലെയർ ഹൈ ബീമുകൾ ഇതൊക്കെ പകുതി തുരുമ്പിച്ച് എന്നാൽ തുരുമ്പിക്കാതെ നിൽക്കണം കുറേ ഇതുണ്ട്. അപ്പോൾ ഇവിടുത്തെ അധികാരികൾക്ക് എന്താണ് പണി ചോദിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം അല്ലെങ്കിൽ രാവിലെ ഇവർക്ക് കാറിൽ പോവുക അല്ലെങ്കിൽ മറ്റുള്ള നഗരങ്ങളിൽ സഞ്ചരിക്കുക, ഇതൊക്കെയാണോ അധികാരികൾക്കുള്ള പണി? അപ്പോൾ എന്തായാലും നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആളുകൾ ഇതിൻ്റെ മുകളിൽ നിന്നിട്ട് ചിലപ്പോൾ സംസാരിക്കാറുണ്ടാവും. അതായത് ചിലപ്പോൾ പ്രായമായ ആൾക്കാരാവും, ചിലപ്പോൾ നടക്കാൻ വൈകുന്നേരത്ത് അല്ലെങ്കിൽ രാവിലെ ഇറങ്ങുന്ന ആൾക്കാരാവും, ചിലപ്പോൾ ചെറിയ വാഹനങ്ങൾ ഇതിൻ്റെ മുകളിൽ നിൽക്കുന്നുണ്ടാവും. എന്നാലും വലിയ ഹെവി വെഹിക്കിളൊന്നും നിൽക്കാറില്ല, എന്തായാലും ചെറിയ വാഹനങ്ങൾ മാത്രമാണ് നിൽക്കാറ്. അപ്പോൾ അവർക്കൊക്കെ ഒരു എന്താ പറയുക ഒരു പ്രശ്നം തന്നെയാവും. കാരണം അപ്രതീക്ഷിതമായിട്ടുള്ളൊരു വീഴ്ച എന്നൊക്കെ പറയുമ്പോൾ നമ്മളത് അതായത് അറിയാതെയോ അല്ലെങ്കിൽ അറിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ടും അത് കേൾക്കാതിരുന്നാൽ തീർച്ചയായിട്ടും അത് പിന്നീട് അത് പ്രശ്നം തന്നെയാവും. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊന്നും ഞാൻ ഇനി പറയുന്നില്ല. അപ്പോൾ അവർക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ. എന്തായാലും തൂണൊക്കെ നല്ല അടിപൊളി തൂണ് തന്നെയാണ്, അതിനൊന്നും ഒരു കുലുക്കോ ഒരു മാറ്റമോ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും ഈ ബീമിൻ്റെ ഈ പാലത്തിൻ്റെ മുകളിലുള്ള പെയിൻറ്റിങ് അതേപോലെ പിന്നെ എന്താ പറയുക പെയിൻറ്റ് ഒന്ന് റീഫ്രഷ് ചെയ്തിട്ട് അടിപൊളിയാക്കിയാൽ തന്നെ നമുക്ക് എന്താ പറയുക പഴയ ആ നൊട്ടമലയുടെ മുകളിൽ നിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് മനോഹരമായൊരു കാഴ്ചയാവും. ആ രണ്ട് സൈഡിലും രണ്ട് പാലങ്ങൾക്ക് നടുവിലും
അതേപോലെ തന്നെ പാലത്തിൻ്റെ ആ സൈഡിലൊക്കെ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടിപൊളിയാവും. പക്ഷേ ഞാൻ വേറൊന്ന് പറയാം, നമ്മുടെ മുഹമ്മദ് റിയാസ് പിന്നെ ചെയ്ത മാതിരി, അതായത് കോഴിക്കോട് ഫറോക്ക് പാലത്തിൽ ചെയ്ത പരിപാടി ഇവിടെ ചെയ്യരുത്. കാരണം അടിയിലൊരു പണിയും ചെയ്യാതെ മുകളിൽ കുറേ 5-6 ലൈറ്റും കൊടുത്തിട്ട് പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ പാലം പൊളിഞ്ഞുവെന്നോ പാലം എന്തൊക്കെയായി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നാളെ, ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞുള്ളൂ, പക്ഷേ ഇനിയും പറയാൻ ഇതിൻ്റെ ഇടയിൽ കുറേ ഉണ്ട്. അപ്പോൾ അതൊന്നും പറയുന്നില്ല. പ്രത്യേകിച്ച് ഈ പാലത്തിൻ്റെ അവസ്ഥ ഏകദേശം കണ്ടാൽ ആളുകൾക്ക് മനസ്സിലാവും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതൊന്ന് സംരക്ഷിക്കാൻ ശ്രമിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയുള്ളൂ.